ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു മുട്ട ദോശയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുട്ട ദോശ വീട്ടിലുണ്ടാക്കാൻ പോകുന്നത്. ഇതുവരെ വീട്ടിലുണ്ടാക്കിയിട്ടുമില്ല, പുറത്തുനിന്ന് കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഇതാണ് ആദ്യമായിട്ടുള്ള നമ്മുടെ മുട്ട ദോശയുടെ പരീക്ഷണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഞാനൊരു കുഞ്ഞൻ സവാള എടുത്തിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു. അതിലേക്ക് തന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് എണ്ണയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ദോശ വേണമെന്നാണെങ്കിൽ മുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ആ മിക്സ് ഉണ്ടാക്കി മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച ശേഷം പാൻ നല്ലോണം ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ദോശയുടെ ബാറ്റർ ഒഴിച്ച് പറ്റാവുന്ന രീതിയിൽ തന്നെ ദോശനൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദോശയുടെ മുകൾ ഭാഗം വെന്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വേണം മുട്ട പൊട്ടിച്ചിട്ട് പൊക്കത്തേക്ക് ഒഴിക്കാൻ വേണ്ടി. അങ്ങനെ മുട്ട ഒഴിച്ച ശേഷം മുട്ട നല്ലോണം ഒന്ന് വെള്ളയും മഞ്ഞയൊക്കെ കൂടി മിക്സാക്കി ദോശയുടെ പൊക്കത്തേക്ക് ഫുള്ളായിട്ടും ഒന്ന് മുട്ട വരണ രീതിക്ക് മിക്സാക്കി വെക്കണം. മുട്ട മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ സവാള കൊണ്ട് ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ് ഈ മുട്ടയുടെ പൊക്കത്തേക്ക് വിതറിയിട്ട് ആ മിക്സും നമ്മൾ നല്ലോണം എന്തെങ്കിലും സ്പൂണോ ചട്ടകമോ ഒക്കെ കൊണ്ട് നല്ലോണം എല്ലാ ഭാഗത്തും വരുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കുക. അതിനുശേഷം പൊക്കത്തേക്ക് കുറച്ച് എണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദോശ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ദോശനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ സംഭവം കുറച്ചും കൂടി ക്രിസ്പാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുട്ട ദോശ ഫൈനലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞാനൊരു പ്ലേറ്റിലേക്കാക്കി ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സംഭവം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. കൊള്ളാം. ചൂടോടെ കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. തണുത്തിട്ട് കഴിച്ചാൽ വലിയ ഇതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ മുട്ട ദോശ ഇതാ ഇവിടെ റെഡിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.